കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കുലസ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. മിസ്റ്റർ ഫാനി നമ്മുടെ ലൈനിലുണ്ട്. ഫാനിയോട് ചേർന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി, വുഡ് യു പ്ലീസ്? അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടി ജീസസ് മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വൻ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. നമുക്ക് ഹല്ലേലൂയ തന്ന അവസരങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്ത ജീവദാതാവായ കർത്താവിനെ നമുക്ക് ഉയർത്താം. ആ കർത്താവിന്റെ നാമത്തെ നമുക്ക് വാഴ്ത്താം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. നിന്നേഹം മാധുര്യം അത് അവർണ്ണനീയം, പാപമരണമേറ്റെന്നെ പുതുജീവൻ നൽകിയോ. നിന്നേഹം മാധുര്യം അത് അവർണ്ണനീയം, പാപമരണമേറ്റെന്നെ പുതുജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോ. എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, ഓ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ മേൽ ആത്മശക്തി അവിടുന്ന് പകർന്ന് അഭിഷേകത്തെ നൽകി സുവിശേഷം ഘോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ.
കർത്താവ് ഈ പാട്ടിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മചൈതന്യം, ധൈര്യം നൽകുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കൈകൾ അടിച്ച് ആത്മാവിൽ പാടി ആരാധിക്കാം. കർത്താവിന്റെ ആത്മാവ് ഹൃദയത്തിൽ ഒരു വാക്യം തന്നു. ആമേൻ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ തകർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ എന്ന ഗാനമാണ്. ആ ഗാനത്തിന്റെ 2ാമത്തെ വരിയിലൂടെ കർത്താവ് നമ്മളോട് ഇടപെടുന്ന വാക്യമാണ്. അതുകൊണ്ട് ഒരുമിച്ച് അഭിഷേകത്തിൽ നമുക്ക് പാടാം. ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വരണം പ്രാർത്ഥനയോടെ. ഇറങ്ങി എന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിവാ, ഇറങ്ങി എന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിവാ, ഇറങ്ങി എന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ. സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിവാ, ഇറങ്ങി എന്നിവാ മഴ പോലെ പെയ്തിറങ്ങിവാ. ആത്മനദിയായി ഒഴുകി എന്നിരുന്നുവാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നുവാ, ആത്മനദിയായി ഒഴുകി എന്നിരുന്നുവാ, ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നുവാ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. പെന്തക്കോസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവ, കൊടും കാറ്റ് പോലെ വീശിയെന്നിവ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവ, കൊടും കാറ്റ് പോലെ വീശിയെന്നിവ. മഴ പോലെ പെയ്തിറങ്ങിവ, മഴ പോലെ പെയ്തിറങ്ങിവ, ഓ മഴ പോലെ പെയ്തിറങ്ങിവ, മഴ പോലെ പെയ്തിറങ്ങിവ. കഴുകനെ പോലെ ചിറകരിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ, കഴുകനെ പോലെ ചിറകരിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, ഓ മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. ഓ ഹമശേഖര തെക്കനയാം കലയാതികന യകനക്കനയാം കലവൈകവയം യേശുവേ മഴ പോലെ ഞങ്ങൾ പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഓ ദൈവാത്മാവേ,
ഞങ്ങളുടെ പ്രിയ പിതാവേ, സ്വർഗ്ഗത്തിലെ നല്ല കർത്താവേ, ഏലിയാവിന്റെ യാഗത്തിന്റെ മേൽ ഇറങ്ങി വന്ന തീയ്, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങി വന്ന് ആ സ്വർഗീയ തീയുടെ ഇമ്പാർട്ടേഷൻ ഞങ്ങളുടെ മേൽ അവിടെ നയിച്ചിരിക്കുന്നതിനാൽ ഈ ഭൂമിയിലുള്ള എല്ലാവരുടെ മേലും അവിടെ നയിച്ചിരിക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിന് സ്തോത്രം. കർത്താവിന്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടണം. യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് സാക്ഷ്യങ്ങളുമായി ദൈവവചനവുമായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററാണ്. കേരളത്തിൽ മധ്യ തിരുവിതാംകൂറില് കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കർത്താവിന്റെ അത്ഭുത സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് ആമേൻ ആ ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്തിന്റെ കരം നീട്ടിയപ്പോൾ അതിനകത്ത് കർത്തൃദാസനെയും കർത്താവ് സ്നേഹിച്ച് കർത്താവിന്റെ വയൽ പ്രദേശത്തിലേക്ക് വിളിച്ചു. യേശുക്രിസ്തു ഏക സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനു മുൻപ് പലപ്പോഴും തർക്കിക്കുകയും താൻ വിശ്വസിച്ചിരുന്ന ഹൈന്ദവ ആ പാരമ്പര്യത്തിലായിരുന്നപ്പോൾ തന്റെ ചെറിയ പ്രായത്തിൽ അനേകരോട് തർക്കിക്കുകയൊക്കെ ചെയ്തപ്പോൾ പക്ഷേ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി ജീവൻ വരെ കൊടുക്കുവാൻ തയ്യാറായി. ഇന്നയോളം വർഷങ്ങൾക്ക് മുമ്പാണിത്, ഏകദേശം 50 വർഷത്തോളം പിന്നിടുമ്പോൾ കർത്താവിന്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് വലിയ ഭാഗ്യവും അനുഗ്രഹവും നൽകി. ഇന്ന് ലോകത്തിന്റെ അറ്റത്തോളവും കർത്താവിന്റെ ആ വചനവുമായി ഒരു ബൈബിൾ പ്രഭാഷകൻ മാത്രമല്ല, ബൈബിൾ പഠിപ്പിക്കുകയും അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നേടുകയും ചെയ്ത കർത്തൃദാസനാണ്. നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നതിൽ, വലിയ തിരക്കുകൾക്ക് നടുവിലും നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ഒത്തിരി അനുഭവ സമ്പത്തുകളുള്ള ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും ഇന്ന് നമ്മളോട് സംസാരിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. പ്രിയ ദൈവദാസനെ കർത്തൃനാമത്തിൽ സ്നേഹത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ. ദൈവത്തിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് പാസ്റ്റർ മാത്യു ഉമ്മൻ അവர்களுം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് യോഗം ലീഡ് ചെയ്യുന്നവർ, ഈ അനുഗ്രഹീതമായ ഗാനശുശ്രൂഷ നടത്തിയ സഹോദരി, ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. എനിക്ക് എത്ര സമയമാണെന്നൊന്ന് പറയാമോ? Take up to 50 minutes. 50 minutes എടുക്കാം, 50 മിനിറ്റ് എടുക്കാം. ഓക്കെ, താങ്ക് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് സംസാരിക്കുവാനായി എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 3 സംഭവങ്ങളാണ്. 3 സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പുതഗ്രസ്തനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യങ്ങളാണ്. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18-19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഒരു 12 സംവത്സരം രക്തസ്രവക്കാരിയായിരുന്ന ഒരു സഹോദരിക്ക് കർത്താവ് കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് 25 മുതലുള്ള മർക്കോസ് 5-ന്റെ 25 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, 43 വാക്യങ്ങളാണുള്ളത്. അതിൽ യായോറസിന്റെ വീട്ടിൽ ചെന്ന് കർത്താവ് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന സംഭവമാണ്. 3 സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട്, ഞങ്ങൾക്കിവിടെ പ്രഭാതമാണ്, നിങ്ങൾക്കവിടെ രാത്രിയായിട്ടുണ്ട്, വൈകുന്നേരമായിട്ടുണ്ട്.
എവിടെ ഇരുന്നും ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന ഈ വലിയ അവസരത്തിനും ഈ ഭാഗ്യത്തിനുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അതാണ് നമ്മുടെ ഹൃദയത്തോട് ശക്തമായി ഇടപെടുന്നത്. ഈ ഗദരദേശം എന്ന് പറയുമ്പോൾ ഗലീല കടലിന് എവിടെ നിന്ന് വരുന്നു എന്നതിനനുസരിച്ചാണ് അതിൻ്റെ അക്കരെ എന്ന് ഉദ്ദേശിക്കുന്നത്. ഗലീല കടലിൻ്റെ ഒരു വശത്തായിട്ട് ഗദരദേശത്തേക്ക് യേശു ശിഷ്യന്മാർ പോകുകയാണ്. 4-ാം അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ യാത്രയിൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരം വീതി കാണും. ഗലീല കടൽ എന്ന് പറയാനൊക്കെ ഒരു തടാകമാണ്. വലിയ ചുറ്റും മലകളൊക്കെയാണ്. കാറ്റുകൾ സ്വാഭാവികമായി ഉണ്ടാകും, തിരമാലകൾ ഉണ്ടാകും. പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടായി, തിരമാല ഉയർന്നു. ഇന്നത്തെ പോലെ ഉള്ള ബോട്ട് സൗകര്യങ്ങളല്ലല്ലോ, വെറും വള്ളമാണല്ലോ അന്നുള്ളത്. വള്ളത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത്. ആകെപ്പാടെ ഭയാനകമായ ഒരവസ്ഥയായി, വള്ളം മുങ്ങുമാറുള്ള അനുഭവമായി. പക്ഷെ യേശു ഉണ്ടായിരുന്നുകൊണ്ടൊന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട് ആ യാത്രയിൽ ആ കാറ്റടിച്ചു? ആ യാത്ര തടസ്സപ്പെടുത്താനായിട്ട് പ്രകൃതി ശക്തികളെ പിശാച് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, അപ്പുറം അല്ലെങ്കിൽ കടലിനപ്പുറം അല്ലെങ്കിൽ ആ തടാകത്തിനപ്പുറം വലിയൊരു വിടുതലിൻ്റെ ശുശ്രൂഷ കർത്താവിന് ചെയ്യാനുണ്ടായിരുന്നു എന്ന് കർത്താവിനും അറിയാം, സാത്താനും അറിയാം. ദൈവിക പ്രവർത്തനങ്ങൾ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് ഒരു തടസ്സമിടുക എന്നുള്ളത് പിശാചിൻ്റെ പദ്ധതിയാണ്. പക്ഷെ യേശു ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി ആ ലക്ഷ്യം സാധിക്കുക തന്നെ. അങ്ങനെ അവർ ആ ഗദരദേശത്ത് എത്തിയപ്പോൾ കാണുന്ന രംഗം വിവസ്ത്രനായ ഒരു മനുഷ്യനാണ്, മുറിവേറ്റ ഒരു മനുഷ്യനാണ്. അയാളുടെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലകളുണ്ട്, പക്ഷെ അതെല്ലാം അതിൻ്റെ തുണ്ടുകൾ മാത്രമാണ്. അത് ഉരുമി നശിപ്പിച്ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. ജനമെല്ലാം ഭയവികലരാണ്. അയാളൊരു പക്ഷെ മറ്റുള്ളവരെയും ഉപദ്രവിക്കുമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മനോരോഗിയാണ്. മനോരോഗിയായതുകൊണ്ട് അദ്ദേഹത്തിന് അവർ ചികിത്സ കൊടുത്ത് കാണും. സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴേ ചങ്ങലയിൽ ബന്ധിച്ച് കാണും. പക്ഷെ ചങ്ങല പൊട്ടിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യന് ചങ്ങലകളെ ഉരുമി പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് അവന് പഴയതുപോലെ അലറി, പർവ്വതങ്ങളിൽ കയറി അലറി, ശവക്കല്ലറകളിൽ ചെന്ന് കിടന്ന് ഭയാനകമായൊരനുഭവം. കുളിച്ചിട്ടില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല, ശരീരം മുഴുവൻ മുറിവുകളാണ്, വിവത്സമായ രൂപമാണ്. അയാൾക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ വേദനകൾ, സഹോദരന്മാരുണ്ടെങ്കിൽ സഹോദരി ഉണ്ടെങ്കിൽ, ഇനി അയാൾ വിവാഹിതനാണെങ്കിൽ ഭാര്യയുണ്ടെങ്കിൽ അയാളുടെ ചാർച്ചക്കാർക്ക് അവർക്കുണ്ടാകുന്ന മാനസിക വ്യഥകൾ, അപമാനങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുകയില്ല, അത്രമാത്രം ഭയാനകമാണ്. അപ്പം ആ നാട്ടിലുള്ള പദ്ധതികളൊന്നും അവന് സൗഖ്യം കൊടുത്തില്ല. അതിൻ്റെ കാരണം അവനിൽ 6000 ഭൂതങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതവർക്ക് മനസ്സിലായില്ല. മാനസികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതയായിരുന്നു ആ രോഗത്തിന് കാരണമായിരുന്നെങ്കിൽ അത് വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ മരുന്നുകൊണ്ടോ ഒക്കെ സൗഖ്യമാക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷെ പിശാചിൻ്റെ ബാധയാലാണ് ഇവനിതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ആ നാട്ടിലുള്ളവർക്കോ ആ വീട്ടുകാർക്കോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവരെ കൊണ്ട് കഴിയാവുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അതൊക്കെ പരാജയം ആയിരുന്നു. ഇതൊരു വലിയ മർമ്മമാണ്. മാനുഷികമായിട്ട് ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്ക് മാനുഷികമായ തന്നെ വിടുതലുണ്ട്. അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞന്മാരും അത് മുഖാന്തരമുള്ള വിടുതൽ, കൗൺസിലിങ്ങും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ സാധിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ഞാൻ ഒരിക്കൽ ഗുജറാത്തിൽ പ്ലേഗ് നടക്കുന്ന സമയത്ത്
എനിക്ക് ചില മീറ്റിങ്ങുകൾ ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. ഗാന്ധിധാമിലും അഹമ്മദാബാദിലും സൂററ്റിലും സൂററ്റിനടുത്ത് ഉള്ള സ്ഥലത്തുമൊക്കെ ചില മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ ഒരു ഗ്രാമത്തിലൊരു മീറ്റിങ്ങിന് എന്നെ ഒരു പാസ്റ്റർ കൊണ്ടുപോയി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്നു. അവൻ്റെ കാലിൽ പാടുകളുണ്ടായി, ചങ്ങല ഉണ്ടായ പാട്, അത് മുറിവുണ്ടായിട്ട് അത് പഴുത്ത പാടുകൾ ഇങ്ങനെ വട്ടത്തിൽ റിങ് രീതിയിൽ കിടക്കുന്നുണ്ടായി. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇവൻ്റെ കാലെന്താ ഇങ്ങനെ? പാസ്റ്റർ എന്നോട് പറഞ്ഞത്, ഇവനൊരു മാനസിക രോഗിയായിട്ട് ഇവനെ കെട്ടിയിട്ടേക്കായിരുന്നു, മരത്തിന് ചുവട്ടി കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കെട്ടിയത് കൊണ്ടാണ് ആ കാലങ്ങനെ പഴുത്തത്, പിന്നെ പഴുത്ത ആവരണമായി. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാ സൗഖ്യമായത്? ഈ പാസ്റ്റർ പറഞ്ഞു, ഞാനവിടെ ചെന്നു, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് ആ പാസ്റ്റർക്ക് അങ്ങനെ ഈ രോഗികൾ സൗഖ്യമാകും എന്നൊക്കെ ബൈബിളിലെ വചനമുണ്ടെങ്കിലും തനിക്കതിനൊരു കൃപയുണ്ടെന്നോ താൻ വിശ്വസിച്ചിരുന്നില്ല. അതിനൊക്കെ പ്രത്യേകമായ കൃപയുള്ളവർ എന്നാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. പക്ഷെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു. അവന് അപ്പോൾ തന്നെ then and there he was healed. അവന് സൗഖ്യമുണ്ടായി. അവൻ ആരാധിക്കുന്ന കാണുവാൻ എനിക്കിടയായി. നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത അനവധി കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ കർത്താവിന് കഴിയുമെന്നുള്ള കാര്യം മറക്കരുത്. ഈ 5-ാം അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന അധ്യായം ഒന്നുകൂടെ വായിക്കണം. അപ്പോൾ ഈ വചനങ്ങളൊക്കെ കുറെ കൂടെ നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മെസ്സേജിലൂടെ മറ്റാരോടെങ്കിലും ദൈവാത്മാവിന് ഈ നിലയിലൂടെ കടന്നു പോകുന്നത്, ഇപ്പോഴേ ഈ നിലയിൽ ആയിരിക്കുന്ന വ്യക്തികൾ ഉള്ള കുടുംബങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകൾ ഭയങ്കരമാണ്. പിതാവുണ്ടെങ്കിൽ, മാതാവുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, ഭർത്താവുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, അവരനുഭവിക്കുന്നതായിട്ടുള്ള വേദനകൾ എത്ര ഭയാനകമാണ്. അങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യേശു കർത്താവ് ആ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ആ ഗദരദേശത്തിലേക്ക് പ്രവേശിച്ച ഉടനെ സംഭവിക്കുന്ന ഒരു കാര്യം, ജനങ്ങളെല്ലാം ഭൂതഗ്രസ്തനെ കണ്ട് ഓടി മറയുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. ഈ ഭൂതഗ്രസ്തൻ ഭയപ്പെടുന്നു, അവൻ നിലവിളിക്കുന്നു. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നിലവിളിക്കുന്ന ഒരു രംഗമാണ് ഈ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടേക്ക് ചെന്നപ്പോൾ ഈ അവന് ആ വാക്യം ഞാനൊന്ന് വായിക്കാം. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാനും, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലമുകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പിശാച് പറയുകയാണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന് മനസ്സിലായി. ഗദരദേശത്തുള്ള ആർക്കും മനസ്സിലായില്ല, പക്ഷെ പിശാചിന് മനസ്സിലായി. ജെറുസലേമിലെ മഹാപുരോഹിതന്മാർക്ക് മനസ്സിലായില്ല, അവിടെ ഉണ്ടായിരുന്ന വേദശാസ്ത്രികൾക്ക് മനസ്സിലായില്ല, പരീക്ഷന്മാർക്ക് മനസ്സിലായില്ല, പാരമ്പര്യം പറയുന്ന ജൂതന്മാർക്ക് മനസ്സിലായില്ല, പക്ഷെ പിശാചിന് മനസ്സിലായി. അവൻ നിലവിളിക്കുകയാണ്. പിശാച് ഭയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. പിശാച് ഭയപ്പെടുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. 6000 ഭൂതങ്ങളല്ല, 60,000 ഭൂതങ്ങളാണെങ്കിലും യേശുവിൻ്റെ മുൻപിൽ പിശാച് ഭയപ്പെടുന്നു എന്നുള്ളത് അന്നും ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഈ പിശാചിനെ കർത്താവ് ശാസിക്കുകയാണ്. 6000 ഭൂതങ്ങളും
അവനെ വിട്ടുപോകുകയാണ്. അവൻ പിന്നെ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 15 മുതലുള്ള വാക്യം. യേശുവിൻ്റെ അടുക്കൽ വന്ന ലഗ്യോൻ ഉണ്ടായിരുന്നു. ഭൂതഗ്രസ്തൻ. ലഗ്യോൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ 6000 റോമൻ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണത്. 6000 എന്ന് ഉദ്ദേശിച്ചാൽ മതി. 6000 ഭൂതങ്ങൾ. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചു സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. അപ്പം അതിനു മുൻപ് അവൻ വസ്ത്രം ധരിക്കാതിരിക്കുന്നതിനെ കുറിച്ചും അവൻ്റെ വസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ഇറക്കത്തെക്കുറിച്ചും അതിൻ്റെ ഇല്ലായ്മയെക്കുറിച്ചും ഒക്കെ വിമർശിക്കാനും പറയുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവനെക്കുറിച്ച് വിമർശിക്കാനൊക്കെ. പക്ഷേ അവനെ അതിന് പ്രേരിപ്പിച്ച ഘടകം പിശാചായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പലരുടെയും വാക്കുകളും പ്രവൃത്തികളുമൊക്കെ മാതാപിതാക്കൾ എന്നുള്ള നിലയിലോ പാസ്റ്റർ എന്നുള്ള നിലയിലോ ബന്ധു എന്നുള്ള നിലയിലോ ഒക്കെ നിങ്ങളെ വേദനപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ ആ വ്യക്തിയെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം സ്വയം ദണ്ഡിപ്പിക്കുവാൻ കഴിയുന്ന, കോപിക്കുന്ന ഒരനുഭവത്തിലേക്ക് അയാളെ നയിച്ച കാര്യങ്ങൾ എന്താണെന്ന് കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഉണ്ടാകില്ല. അവന് അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആർക്കെങ്കിലും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ എങ്കിൽ യേശുവിൻ്റെ നാമത്തിന്, യേശുവിൻ്റെ രക്തത്തിന്, യേശുവിൻ്റെ വചനത്തിന് ഇങ്ങനെയുള്ള വ്യക്തികളെ വിടുവിക്കുവാൻ കഴിയും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം പാസ്റ്റർ KJ തോമസ് എന്ന ദൈവത്തിൻ്റെ ദാസന് ഇതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഇവിടെ മുണ്ടിപ്പള്ളിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അതെങ്ങനെയാണ്? അറുക്കുവാനും മുടിക്കുവാനും മോഷിക്കുവാനും വരുന്നവനാണ് പിശാച്. അതവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രമായി രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയായി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമായിട്ട് അവൻ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ 6000 ഭൂതങ്ങൾ ഉണ്ടായിട്ടും ഇവനെ കൊല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അവനിൽ നിന്ന് പിശാചുക്കൾ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പം 2000 പന്നികൾ ആത്മഹത്യ ചെയ്യുകയാണ്, വെള്ളത്തിലേക്ക് ചാടുകയാണ്, അല്ലെങ്കിൽ ഗലീലക്കടലിലേക്ക് ചാകുന്നു. ഈ 6000 ഭൂതങ്ങൾ 2000 പന്നികളെ കൊല്ലുന്നു. ആത്മഹത്യക്ക് വേണ്ടി അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സംഘം പിശാചുക്കളാണ്. പിശാചുക്കളിൽ പല ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ദുഷ്ടാത്മസേനകളോട്, ലോകത്തിൻ്റെ അധിപതികൾ. അപ്പോൾ പല നിലകളിലാണ്. ഭരണതലങ്ങളിൽ പിശാച് പ്രവർത്തിക്കുന്നത് നല്ല ടൈയും കോട്ടും ഒക്കെ ഇട്ടിട്ടുള്ള പ്രസിഡന്റന്മാരിൽ കയറിയിരുന്നുകൊണ്ട് ഓരോ പരിപാടികൾ ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പരിപാടികൾ അവരെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. ചില വ്യക്തി വൈരാഗ്യങ്ങളും ഒക്കെ അവരെ തീർത്ത വ്യാപാര മേഖലകളെയും ഒക്കെ പീഡിപ്പിച്ച് ജനങ്ങളെ പീഡിപ്പിക്കാൻ കഴിയും. അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ആധിപത്യത്തിലൂടെ പ്രവർത്തിക്കുന്നവർ. അപ്പം ദുഷ്ടാത്മസേനകളുണ്ട്. ഈ തല്ലുക, കൊല്ലുക, ബലാത്സംഗങ്ങൾ, ഇങ്ങനെയുള്ള നീചമായിട്ടുള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ കൊല്ലുക, കുഞ്ഞുങ്ങളെ ബലാത്സംഗം, ഇങ്ങനെയൊക്കെയുള്ള നീചമായ കാര്യങ്ങൾ ചെയ്യാനായി പ്രേരിപ്പിക്കുന്ന പിശാചുക്കളുണ്ട്. അപ്പോൾ ആത്മഹത്യയിലേക്ക് ജനങ്ങളെ മാന്യമായ വസ്ത്രം ധരിപ്പിക്കാതെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സംസ്കാരം എന്ന് പറഞ്ഞു. അതിന് പല ഓമന പേരുകളൊക്കെ ഇട്ട് അത് മൗത്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളുണ്ട്. ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ നല്ല വിദ്യാഭ്യാസമുള്ളവരും കവിമാരും സെലിബ്രിറ്റികൾ, ഈവൻ ഫിലിം ഫീൽഡിലുള്ളവർ, ഭരണതലങ്ങളിലുള്ള ഉണ്ടായിരുന്നവരൊക്കെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന പൈശാചിക വ്യാപാരം. അപ്പോൾ ഇവരിൽ ഈ 6000 ഭൂതങ്ങൾ
ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന പിശാചുക്കളാണ്. ഇത് 6000 എണ്ണം ഇവനിൽ കയറിയിട്ടും ഇവനെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ പന്നികളെ കൊല്ലാൻ കഴിഞ്ഞു അവർക്ക്. എന്താ അതിന്റെ കാരണം? ഇവനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ കൊല്ലപ്പെടാതിരുന്നത്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഒരു സംഭവം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർക്കുകയാണ്. 1980 കാലങ്ങളിൽ, എനിക്കൊരു 45 വർഷം മുൻപ്, ഞാൻ ഈ കോഴഞ്ചേരിക്കടുത്ത് കുഴിക്കാല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ ഭവന സന്ദർശനം നടത്താനായിട്ട് പോകുമ്പോൾ ഈ ഓന്തേകാട് മേഖല, പുന്നക്കാട് ഓന്തേകാട് മേഖലയിൽ ഞങ്ങളുടെ ചർച്ചിൽ കൂടുന്ന ചില വിശ്വാസികളുണ്ട്. പുത്തേത്തുകാരെന്ന് പറയും, താഴെപ്പറമ്പുകാര്, പുത്തേത്തുകാരൊക്കെ ആ പ്രദേശങ്ങളിൽ. അപ്പോൾ അവിടെ പോകുമ്പോഴേ ഞങ്ങളുടെ ഒരു അമ്മച്ചി, ചർച്ചിലെ ഒരു അമ്മച്ചി, പുത്തേത്ത് അമ്മച്ചി എന്ന് പറയും, റാഗലമ്മച്ചി, എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ അടുത്ത ഒരു തങ്കമ്മയുണ്ട്, തങ്കമ്മ മാനസിക രോഗിയാണ്, പാസ്റ്റർ ഒന്ന് പോയി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ തങ്കമ്മയുടെ മത്തായിച്ചിൻ്റെ വീട്ടിൽ ഞാൻ ഓന്തേകാട്ടിൽ ചെന്നു, പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥന, ഒരു ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിൽ ക്രമീകരിക്കാം, താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. മർത്തോമക്കാരാണ് അവർ. അപ്പോൾ അവർ അത് വളരെയധികം ആഗ്രഹിച്ചു. കാരണം ഈ തങ്കമ്മയ്ക്ക് ഉറക്ക ഗുളിക കഴിക്കാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ വർഷത്തിൽ 1-2 മാസം ഈ രോഗം വർദ്ധിക്കും. അപ്പോഴവർക്ക് വീട്ടിലിരിക്കാനൊക്കെയല്ല, വസ്ത്രം ധരിക്കാനൊക്കെയല്ല, വിവസ്ത്രയായിട്ട് ഓടും. 1-2 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഉറക്കം ഇല്ല. ഉറക്കമുള്ളത് കഴിച്ചാലും ചിലപ്പോൾ ഉറക്കം വരികയില്ല, അല്പമായ ഉറക്കം കിട്ടുകയും ചെയ്യും. ഇപ്പം ഞങ്ങളവിടെ പ്രാർത്ഥനയ്ക്കായിരുന്നു. അന്ന് മണക്കാല ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ചിലരുണ്ടായിരുന്നു. ഒരു നൈജീരിയക്കാരനൊരു ഡേവിഡ് ഒബിയാക്കർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പലരും പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തങ്കമ്മ എന്ന് പറയുന്ന ഈ സഹോദരി ഒരു സ്കെൽറ്റയായ ഒരു സഹോദരിയാണ്. മാക്സിമം ഒരു 45 കിലോ തൂക്കത്തിൽ കൂടുതൽ കാണാൻ സാധ്യതയില്ല. അങ്ങനെ അവർ വളരെ സ്കെൽറ്റയായ ഒരു സ്ത്രീയാണ്. പ്രാർത്ഥന പാട്ടുപാടി ഞങ്ങളിങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവരിലുള്ള അന്ധകാര ശക്തി മനസ്സിലായി. അപ്പോൾ അന്ധകാര ശക്തി, ഇവരിലുള്ള ശക്തികളെ ഇവര് ചാടി എഴുതിട്ടു. അപ്പോൾ അവരുടെ ഭർത്താവും അവരുടെ മക്കളും ഈ ഡേവിഡ് ഒബിയാക്കറും ഞങ്ങളെല്ലാവരും കൂടെ അവരെ പിടിച്ചോടി ഇരുത്താൻ പരിശ്രമിച്ചിട്ട് സാധിച്ചു. അവർ ഞങ്ങളെല്ലാം കുതറി ഓടി ഇരുട്ടിലേക്ക് മറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാനസിക രോഗമല്ല, ഇത് റെക്കോർഡ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടൊന്നും നടക്കുന്നതല്ല, ഇതിൽ വ്യാപരിക്കുന്ന പൈശാചികമാണ്. കൂട്ടത്തിൽ ഒരുപക്ഷെ മാനസികവും കാണാമായിരിക്കാം. ഏതായാലും ഈ മത്തായിച്ചനും പ്രിയപ്പെട്ടവരും എല്ലാം കൂടെ ഇരുട്ടിൽ ഓടി മറഞ്ഞ ഈ തങ്കമ്മയെ കൊണ്ടുവന്നു. കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് ദൈവം സൗഖ്യം. അവർ പിന്നീട് ഒരു 15-18 വർഷങ്ങൾ കൂടെ സുബോധത്തോടെ ജീവിക്കാൻ ദൈവം ഇടയാക്കി. അവർക്ക് കോഴഞ്ചേരി തെക്കേമലയിൽ ഒരു കടയൊക്കെ പിന്നീട് ഉണ്ടായിരുന്നു. യേശുവിന് ഇന്നും അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവാണ്. ഈ നിലയിലാണോ നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും യേശുവിനെ അവിടേക്ക് വിളിക്കുക? യേശു വന്നു കഴിയുമ്പോൾ നമ്മൾ കാണിക്കുന്ന പല പരിപാടികളും ചെയ്യേണ്ടി വരികയില്ല, അത് വിട്ടുപോകും. കർത്താവിൻ്റെ ശക്തി അത്ര വലുതാണ്. എന്നാൽ നമ്മുടെ നാമം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ സഭയുടെ നാമം കൊണ്ടോ നമ്മുടെ സംഘടനയുടെ ബലം കൊണ്ടോ ഒരു പിശാചും വിട്ടുപോകുകയില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഭൂതമറക്ക് ശുശ്രൂഷയുടെ മെതേഡുകൾ ഈ മന്ത്രവാദികൾ ചെയ്യുന്നത് പോലെ ആയിരിക്കരുത്, മറ്റു പലരും ചെയ്ത പോലെ ആയിരിക്കരുത്. അത് ബൈബിളിലെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. അത് തലമുടി കുത്തിപ്പിടിക്കുന്നതും നഖത്തെ
ഞെക്കുന്നതും വടികൊണ്ട് അടിക്കുന്നതും മറ്റെന്തെങ്കിലും തളിക്കുന്നതും ഈ മെത്തേഡുകളൊന്നും, ഇതൊക്കെ വിജാതീയ ലോകത്തിൽ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ മാതൃകയായിട്ട് ഉപയോഗിക്കരുത്. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വചനം, ഇതാണ് ആയുധം. പിന്നെ ജീവിത വിശുദ്ധി. പ്രാർത്ഥിക്കുന്നവർക്ക്, ഉദഗ്രസ്തന് ഇതൊന്നും ബാധകമല്ല. കാരണം അയാൾക്ക് അതിനെക്കുറിച്ചുള്ള സുബോധം ഒന്നുമില്ലല്ലോ. അപ്പം ദൈവം ഒരു അത്ഭുതം നമ്മുടെ മധ്യത്തിലും ഈ നാളുകൾ ചെയ്യട്ടെ, ഈ നാളുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണുന്ന ഇന്നത്തെ എല്ലാ മേഖലകളുടെയും പിന്നിൽ ഈ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ തന്ത്രപരമായി കാണും. അതുകൊണ്ടാണ് ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ചില ഭരണകർത്താക്കളൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളെയും ബാധിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതേ അധ്യായത്തിൽ കാണുന്നത് വേറൊരു സംഭവമാണ്. ഇതേ സംഭവമാണ്. 12 വർഷമായിട്ട് രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീയാണ് ഇതേ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 12 വർഷമായി. അവളെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവള് ഈ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു എന്നാണ്. 5-ാം അധ്യായത്തില് 25 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരിലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അപ്പം ഈ സ്ത്രീയെ നിങ്ങൾ നോക്കി, 12 സംവത്സരമായിട്ട് അവൾക്ക് രോഗമാണ്. ഈ 12 സംവത്സരം കൊണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചു? പല ഡോക്ടർമാരെയും മാറി മാറി കണ്ടു. പക്ഷെ പണം പോയി. ഇത് മാത്രമല്ല, അവളങ്ങ് പരവശയായിപ്പോയി, മാനസികമായും തകർന്നു പോയി. കാരണം 1-2 രോഗമല്ലല്ലോ, രക്തം വാർന്നൊഴുകുകയാണ്. നമുക്കറിയാം, രക്തം നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥകൾ നമുക്കറിയാമല്ലോ. അവൾ ക്ഷീണിച്ച് സൗന്ദര്യവതിയായിരുന്ന സൗന്ദര്യവതിയായിരുന്ന ആ യുവതി എല്ലും തോലും അതുപോലെ തന്നെ അസ്ഥികൾ തെളിഞ്ഞ ഒരു വിരൂപിയായി മാറിക്കഴിഞ്ഞു. എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും ഈ മാംസത്തിലും തൊലിയിലും ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഭയപ്പെടുന്ന ഭീവത്സ രൂപമായി നമ്മൾ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അവൻ പരവശയായി. എല്ലാവരെ പോലെ അവൾക്കും സൗഖ്യം അവൾ ആഗ്രഹിച്ചു. ഒരു വ്യക്തിയുടെ അടുക്കൽ ചെല്ലും, അടുത്ത വ്യക്തിയുടെ അടുക്കൽ, ഓരോരുത്തർക്ക് സൗഖ്യമാകുന്നുണ്ട്, പക്ഷേ അവൾക്ക് സൗഖ്യം കിട്ടുന്നില്ല. അപ്പോൾ സൗഖ്യമായവർ അവളോട് പറയും, ഞാൻ ഇന്ന വൈദ്യൻ്റെ അടുക്കൽ ചെന്നു, ഇന്ന ഡോക്ടറുടെ അടുത്ത് ചെന്നു, അയാൾ ഇന്ന മരുന്ന് എനിക്ക് തന്നു, സൗഖ്യമായി. അവൾ അവിടെ പോകും. അടുത്ത വ്യക്തി പറയും, സൗഖ്യം അവൾക്ക് കിട്ടുകയില്ല. ഈ ഒരു രോഗം തന്നെ പല കാരണങ്ങളാൽ ഉണ്ടാകാമല്ലോ. ഒരാൾക്ക് തലവേദന ഉണ്ടായി, അതൊരു ഏതെങ്കിലും ഇൻഫെക്ഷൻ മുഖാന്തരമായിരിക്കാം, ആ വ്യക്തിക്കുള്ള മെഡിസിൻ വേറെയാണ്. അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടാകാം അയാളുടെ തലവേദന, അല്ലെങ്കിൽ അതൊരു ബ്രെയിൻ ട്യൂമറാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാലാവസ്ഥ വ്യതിയാനമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസിൻ്റെയോ ബാക്ടീരിയയുടെയോ പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡ് ക്ലോട്ടിങ് ആകാം. അപ്പം ഓരോ വ്യക്തികൾക്കും ഓരോ രോഗമാണ്, അതിന് ഓരോ ട്രീറ്റ്മെൻ്റാണ് വേണ്ടത്. അപ്പം ഈ വ്യക്തിക്ക് സൗഖ്യം കിട്ടിയത് കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് അതേ മരുന്നുകൊണ്ട് സൗഖ്യം കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ മേഖലകളിലൊക്കെ ആ ഒരു തലവേദന എന്ന് പറഞ്ഞാൽ ഡോക്ടർ എളുപ്പം തലവേദനയ്ക്കുള്ള മരുന്നല്ല, തലവേദനയുടെ കാരണം കണ്ടെത്തിയിട്ട് അതിനുള്ള ചികിത്സയാണ് വിദഗ്ധരായ നല്ല ഡോക്ടർമാർ ചെയ്യുന്നത്. അപ്പോഴാണ് ആ വ്യക്തിക്ക് യഥാർത്ഥമായ സൗഖ്യം ഉണ്ടാകുന്നത്. അപ്പം ഇവർക്ക് ഇതൊരു ഭൂതബാധയാലാണ് ഈ രോഗമുണ്ടായതുള്ള കാര്യം ഇവക്കും അറിയത്തില്ല, ഇവളെ ചികിത്സിച്ച ഡോക്ടർമാർക്കും അറിയത്തില്ല. അപ്പം മെഡിക്കൽ സയൻസിനെയും സൈക്കാട്രിസ്റ്റുകളെയും ഒക്കെ വളരെ വിദഗ്ധമായിട്ട് പിശാച് കളിപ്പിക്കാറുണ്ട്. കാരണം സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളിലോ ഒന്നും പിശാച് വെളിപ്പെട്ട് വരികയില്ല. അതിനുള്ള ഉപകരണങ്ങളൊന്നും മെഡിക്കൽ സയൻസിൻ്റെ കയ്യിലില്ല, ഡോക്ടർമാരുടെ കയ്യിലും ഇല്ല. വളരെ രസകരമായ കാര്യം, ഇവരിൽ പലരിലും പിശാച്
വ്യാപരിച്ചിട്ട് ഭയാനകമായ അവസ്ഥയിലേക്ക് ആൾക്കാർ പോയ ചരിത്രവും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഡോക്ടർമാരും നഴ്സസും മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ ദൈവം നൽകിയ ദാനമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നാൽ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുന്ന ഡോക്ടറുടെ കയ്യിലൂടെ പിശാചിന് പ്രവർത്തിക്കാം, അയാളെടുക്കുന്ന തീരുമാനത്തിലൂടെ പിശാചിന് പ്രവർത്തിക്കാം, മരുന്ന് മാറിപ്പോകാനുള്ള തിരക്കുകൾ ഉണ്ടാക്കാം. മത്തായി തന്നെ ഒത്തിരി മത്തായി കാണും. ഹാർട്ടിന് പ്രശ്നമുള്ള മത്തായി, അതുപോലെ തന്നെ കാലിന് വേദനയുള്ള മത്തായി, അതുപോലെ തന്നെ വേറെ പല അസുഖമുള്ള മത്തായിമാരൊക്കെ കാണും. അപ്പോൾ ഈ നേഴ്സ് മരുന്ന് മാറിക്കൊടുത്താൽ പ്രശ്നമാണ്. അത് പല ആശുപത്രികളിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം അതെൻ്റെ വിഷയമല്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. ഈ സഹോദരിയിൽ ഒരു ഭൂതബാധ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ രോഗം അവൾക്കുണ്ടായത്. അതുകൊണ്ടാണ് അവൾക്ക് സൗഖ്യമുണ്ടാകാതിരുന്നത്. അവളോട് സാക്ഷ്യം പറഞ്ഞ പലർക്കും സൗഖ്യമുണ്ടായതിൻ്റെ കാരണം അത് ഭൂതബാധയായിരുന്നില്ല. അതുകൊണ്ടാണ് വൈദ്യന്മാർക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞ സാക്ഷ്യം കേട്ട് ഇവളും പോയി, പക്ഷെ ഇവൾക്ക് ആ സൗഖ്യമുണ്ടായില്ല. അതിൻ്റെ കാരണം ഇവളറിയാതെ ഇവളിൽ വസിച്ചുകൊണ്ടിരുന്ന, രക്തം കുടിച്ചുകൊണ്ടിരുന്ന ഒരു പൈശാചിക വ്യാപാരമായിരുന്നു അത്. ഭാഗ്യവശാൽ അതൊന്നും അവൾ മനസ്സിലാക്കിയില്ലെങ്കിലും അവൾ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും എന്നുള്ള വാർത്തയാണ് അവൾ കേട്ടത്. അവൾക്ക് യേശുവിനോട് ആ നിലയിലൊന്നും വിശ്വാസം, ഒരു ജൂത പെൺകുട്ടി ആയിരിക്കാം അവൾ. ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നത് അവൾ കേട്ടു. അപ്പം നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന കാര്യം കേൾവിയാലാണല്ലോ ആൾക്കാർ യേശുവിനെ അറിയേണ്ടത്. അപ്പം നമ്മൾ ഈ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയണം, വചനങ്ങൾ മറ്റുള്ളവരോട് പറയണം. അപ്പോഴായിരിക്കും അവർ അത് കേൾക്കാനിടയാകുന്നത്. അപ്പോഴായിരിക്കും അവിടെ അവർക്ക് സൗഖ്യമുണ്ടാകുവാനായിട്ടിടയാകും. അവൾ ഇങ്ങനെ തീരുമാനിച്ചു, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം കിട്ടും. അപ്പോൾ അവള് അവിടെ ഓടിച്ചെന്നപ്പോൾ ഒരു വലിയ പുരുഷാരമാണ്, ആയിരക്കണക്കിന് ആൾക്കാർ. അവൾക്ക് മനസ്സിലായി യേശുവിൻ്റെ അടുക്കലൊന്നും ചെല്ലാനൊക്കെയല്ല. കാരണം അതുപോലെ ആൾക്കാർ ഇങ്ങനെ വട്ടം യേശുവിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. എന്തെങ്കിലും വിടുതലിന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അവൾ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ കർത്താവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ ഒരു തൊങ്ങലുണ്ടല്ലോ. ആ തൊങ്ങലിനൊക്കെ വേറെ അർത്ഥമുണ്ട് ജൂതന്മാരോടുള്ള ബന്ധത്തിൽ. എങ്കിലും നമുക്കത് അവിടെ ചിന്തയിൽ തന്നെ ചിന്തിക്കാം. അതിൻ്റെ ഒരു അറ്റമുണ്ടല്ലോ. അവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവളൊന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പം ജൂതന്മാരുടെ കസ്റ്റം അനുസരിച്ച് ഈ രക്തസ്രവം എന്നൊക്കെ പറയുന്ന അശുദ്ധമാണ്. അവരങ്ങനെ ഇരിക്കുന്നവരെല്ലാം അശുദ്ധമായി പോകും. അവരങ്ങനെ പുരുഷന്മാരുള്ളിടത്ത് ആലയങ്ങളിലൊന്നും പോകാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഈ മതത്തിൻ്റെ ചിന്തകളും ഒക്കെ പഠിച്ച് 10-12 വർഷം അവൾ അനുസരിച്ചൊക്കെ ഇരുന്നിട്ട് ഒരു ഗുണം ഉണ്ടായില്ലല്ലോ. ആലയത്തിൽ പോകാനൊക്കെയല്ലോ. പക്ഷെ ആലയത്തെക്കാൾ വലിയവനായ കർത്താവിൻ്റെ അടുക്കൽ ഏത് വ്യക്തിക്കും വരാം, ഏത് അശുദ്ധനും വരാം, ഏത് രക്തസ്രവമുള്ളവനും വരാം. കാരണം യേശുവിനെ തൊട്ടാൽ യേശുവിൽ അശുദ്ധി ഒന്നും ആരുടെയും വരികയില്ല. തൊടുന്നവൻ്റെ അശുദ്ധി മാറുകയുള്ളൂ. അതുകൊണ്ട് മാറിപ്പോകുന്നവനല്ല യേശു. ആർക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് വരാം. ഏത് വ്യക്തിക്കും, ഏത് പാപിക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് വരാം. യേശുവിനെ തൊടാം. അത് സ്ത്രീക്കും തൊടാം, പുരുഷനും തൊടാം. അതാണ് കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. കാരണം കർത്താവ് ദൈവമാണ്. ദൈവത്തിന് സ്ത്രീയും പുരുഷനും ഒന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇന്നാരെൻ്റെ അടുക്കൽ വരുന്നത് തൊട്ടാൽ അശുദ്ധമാകും എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവമായിരിക്കുമല്ലോ. ദൈവത്തിന് സ്ത്രീയും പുരുഷനും എല്ലാം തൻ്റെ മക്കളാണ്. തൻ്റെ മക്കൾ തൻ്റെ അടുക്കൽ വരുന്നതിനോ തൊടുന്നതിനോ ഒന്നോ ആ പിതാവിന് പ്രയാസമില്ല. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിലൂടെ ഇവൾ തിക്കി ഞെരുങ്ങി, ഞാനൊരു സ്ത്രീയാണ്, പുരുഷന്മാരെന്നാ ചിന്തിക്കും, എനിക്ക് രക്തസ്രവമുണ്ട്, അതറിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതൊന്നും ആൾക്കരുതിയില്ല. അവൾക്കാണ് വിടുതൽ വേണ്ടത്. അവൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുകയാണ്. ഒരു വലിയ ശക്തി അവളിലേക്ക് വ്യാപരിക്കുകയാണ്. അവളിലുള്ള ഭൂതം വിട്ടുപോകുകയാണ്. ആ നിമിഷം തന്നെ അവൾ സൗഖ്യമാകുകയാണ്. അവൾക്കത് ബോധ്യമാകുകയാണ്. അവൾക്ക് ആ സൗഖ്യം
ഉണ്ടായി എന്ന് അവൾക്കവിടെ ബോധ്യമാകുകയാണ്. എന്നെ ആരാണ് തൊട്ടത് എന്ന് യേശു ചോദിക്കുന്നു. യേശുവിനെ അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. ഒത്തിരി പേര് യേശുവിനെ തൊടുന്നുണ്ട്, പക്ഷേ ഈ ശക്തി പുറപ്പെടുന്നില്ല. നമുക്കറിയാമല്ലോ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ അതിനൊരു ചാലക മെഥേഡുണ്ടല്ലോ. ചിലതിലൂടെ ഇലക്ട്രോണുകൾക്ക് പ്രവഹിക്കാനായിട്ട് കഴിയില്ല, ചിലതിലൂടെ ഇലക്ട്രോണുകൾക്ക് എളുപ്പം പ്രവഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കറണ്ട് ഒഴുകുന്ന കയ്യിൽ നമ്മൾ ഒരു കമ്പിയിലാണ് പിടിക്കുന്നെങ്കിൽ നമുക്ക് കറണ്ട് നമ്മളിൽ പാസ് ചെയ്യില്ല. പക്ഷെ അതെവിടെയെങ്കിലും ടച്ച് ചെയ്ത് ഇറത്താകുമ്പോഴാണ് അതിന് ഒഴുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി എണ്ണം യേശുവിനെ തൊടുന്നുണ്ട്, അടുത്ത് നിൽക്കുന്നുണ്ട്. അടുത്ത് നിന്നാൽ കൂടുതൽ ശക്തി കിട്ടുമെന്നൊക്കെ ഓർത്താണ് ചിലർ തൊട്ടടുത്തൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഒന്നും അവിടെ സംഭവിച്ചു. എന്നാൽ ഈ സ്ത്രീ തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ വിശ്വാസം, അവിടെ ആത്മാർത്ഥത, മതത്തെ ഭയപ്പെടാതെ, ജനക്കൂട്ടത്തെ നോക്കാതെ, അവരുടെ ആവശ്യകത അവൾ സൗഖ്യമാകുകയാണ്. ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ ഭയന്നുപോയി. കാരണം ജൂതപ്രമാണം അനുസരിച്ച് യേശു അവളെ ശിക്ഷിക്കും എന്നവൾക്ക് തോന്നിപ്പോയി. യേശു ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കാരണം രക്തസ്രവമുള്ളവൾ അങ്ങനെ വരാൻ പാടില്ല. അവൾ ഭയന്നു പോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവളോട് കർത്താവ് പറയുന്നത്, ബാധ ഒഴിഞ്ഞു പോയി, മകളെ നീ ഭയപ്പെടേണ്ട, സമാധാനത്തോടുകൂടി ആയിരിക്കുക എന്ന്. ഞാൻ ആ വാക്യം വായിക്കും, 32, 31, 30 വാക്യത്തിൽ. ഈ ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നുള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം തന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവനും അത് ചെയ്തവളെ കാണുവാൻ ചുറ്റുന്നു. സ്ത്രീ തനിക്ക് സംഭവിച്ച് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുൻപിൽ വീണു. എന്താ അങ്ങനെ പറയാൻ അവൾ വിറയ്ക്കാൻ കാരണം? കാരണം അവൾക്ക് അവളുടെ മതം അങ്ങനെ പോകാൻ, യേശുവിനെ തൊട്ടു വല്ലോ അശുദ്ധിയായോ എന്നൊക്കെ ആ പാവം ചിന്തിക്കുകയായിരിക്കും. എന്നാൽ യേശുവിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. മകളെ, യേശു വിളിക്കുകയാണ് മകളെ. മകൾക്ക് അപ്പൻ്റെ അടുക്ക വരാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. അവൾ സൗഖ്യമാകുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പല രോഗങ്ങളും ന്യായമായ ചില കാരണങ്ങളാലാണെങ്കിൽ, അത് വൈറസ് കൊണ്ടോ ബാക്ടീരിയ കൊണ്ടോ ഫംഗൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടോ മറ്റ് ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ ഉണ്ടായതാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ മേഖലയിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. പക്ഷെ പിശാചിന്റെ ബാധയാലാണെങ്കിൽ അതിനുള്ള മരുന്ന് ഒരു സ്ഥലത്തുമില്ല, ഒരു ഡോക്ടറുടെ കയ്യിലുമില്ല. അതിനുള്ളൊരു വാക്സിൻ ആരും ഇത് കണ്ടുപിടിച്ചില്ല. കണ്ടുപിടിച്ചു ഗോൽഗോഥ മലയിൽ. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ നാമം, അത് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ആ വിടുതലുണ്ടാകുകയുള്ളൂ. ഭയപ്പെടുന്ന അനുഭവം, പരവശയായ അനുഭവം, രോഗം മാത്രമല്ല, അവളെ അത് അലട്ടുകയാണ്, അത് ഭയപ്പെടുത്തുകയാണ്. ഭയപ്പെടാതെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയുമോ? ഞാൻ വാക്കുകളെ ഇനി ചുരുക്കുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ള സമയം വിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അനുഭവം കൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഈ കോവിഡും ന്യൂമോണിയയും കൂടെ വന്ന ഒരു സമയമുണ്ടായി. വാക്സിൻ അന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പം അമേരിക്കയിലും ലോകമെമ്പാടും ഇന്ത്യയിലും ധാരാളം പേർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം എൻ്റെ മസിൽ പവറെല്ലാം പോയി, ഓക്സിജൻ ലെവൽ നഷ്ടപ്പെട്ടു, കുറഞ്ഞു. എൻ്റെ നോർമലായിരുന്ന എൻ്റെ ഷുഗർ ലെവലൊക്കെ 300-ലധികമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പം എൻ്റെ പ്രായവും ഈ ന്യൂമോണിയ വന്നിട്ട്, ഇപ്പം എനിക്ക് കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ ന്യൂമോണിയ ഉണ്ടായെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിങ്ങനെ ലങ്സിലെല്ലാം ഈ ചക്കയരക്ക് പോലെ
അത് സക്ക് ചെയ്തെടുക്കാനൊക്കെ അല്ല, എടുത്താൽ ഇതിൻ്റെ നമ്മുടെ ലങ്സ് പറഞ്ഞു പോകുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചെയ്യാനൊക്കെയല്ല, ഒന്നും ചെയ്യാനൊക്കെയല്ല. അപ്പോൾ ന്യൂമോണിയ വളരെ കൂടി നിൽക്കുന്നു. അപ്പം കോവിഡ്, പിന്നെ എൻ്റെ പ്രായം, മസിൽ പവർ പോയി, ഓക്സിജൻ ലെവൽ പോയി. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കണക്കിൽ അവർക്ക് ഒരാൾക്ക് ഒരു മെഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയണമല്ലോ. ഇപ്പോഴ് അമേരിക്കയിലെ പോലെ തന്നെ ഇന്ത്യയിലും പറയാറുണ്ട്, പണ്ടങ്ങനെ പറയില്ല. അപ്പോൾ അവരെൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, കൈവിട്ടു പോയി എന്ന് പറഞ്ഞു, രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന്. അപ്പോൾ അവരങ്ങനെ പറയുന്നതിൻ്റെ കാരണം അവരങ്ങനെ പറയണം, അത് മെഡിക്കൽ എത്തിക്സ് ആണല്ലോ. ഇനി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഒക്കുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, അതിനൊരു അവസരവും കൂടെ കിട്ടാനായിട്ട് ഇപ്പോഴേ ഡോക്ടർമാർ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും തുറന്നു പറയാറുണ്ട്. അപ്പോൾ എൻ്റെ സഭാവിശ്വാസികളെ ഉപസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് കോഴഞ്ചേരി ഹോസ്പിറ്റലിന് അടുത്ത വണ്ടിയിലുമൊക്കെ ഇങ്ങനെ കിടന്ന് ഒക്കെ ചർച്ചിലുമൊക്കെ, മുണ്ടിപ്പള്ളി ചർച്ചിലുമൊക്കെ ഇങ്ങനെ നിങ്ങൾ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എപ്പോഴും. അപ്പം മരണത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാറുണ്ട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാറുണ്ട്. ഈ ആപ്പിൾ ഐഫോണിൻ്റെയൊക്കെ ആള് നമ്മുടെ സ്റ്റീവ് പറഞ്ഞ ഒരു കാര്യം ഓർത്ത് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഈ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നവർ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ അത് മനുഷ്യജീവിതവുമായിട്ട് ചിന്തിച്ചാൽ അത് സത്യമാണ്. മനുഷ്യന് മരിക്കാനായിട്ട് ആഗ്രഹമില്ല. അതിനുവേണ്ടി അവൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ മരണം അത്ര പേടിക്കാനൊന്നുമില്ല, മരിച്ച സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ഇതുമായിട്ട് വല്ലോ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട് വല്ലതും ഉണ്ടോ എന്നെ പരിശോധിക്കാൻ ഒരു പറ്റിയ സമയം മരണം വരുമ്പോഴല്ലേ അതറിയത്തുള്ളൂ, അല്ലാതെ നമുക്ക് പരിശോധിക്കാനൊക്കെയല്ലോ. അപ്പോൾ എനിക്കതൊരു നല്ല ടൈമായി തോന്നി. ഞാനൊരു സിംഗിങ് സ്റ്റേജിലാണല്ലോ. എനിക്ക് ഭയമുണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ സ്വയം പഠിച്ചു. അനേകരുടെ പ്രാർത്ഥന മുഖാന്തരം, ദൈവത്തിൻ്റെ കൃപ മുഖാന്തരം ഞാൻ ആ പരീക്ഷയിൽ 100% തന്നെ ജയിച്ചു. എനിക്കൊട്ടും ഭയമുണ്ടായില്ല, ഒട്ടും ആശങ്കയുണ്ടായില്ല. ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല, കൊണ്ടുപോകാൻ ആഗ്രഹിച്ചവരെ തടഞ്ഞു ഞാൻ. അതുകൂടാതെ ഞാൻ പ്രാർത്ഥിച്ചുമില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും എന്നെനിക്കറിയാമായി. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം, അനേകരുടെ പ്രാർത്ഥന മുഖാന്തരം ഞാൻ കുറെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ മരിച്ചില്ല. നിങ്ങളോട് നിന്ന് സംസാരിക്കുവാൻ ഇടയായി. കർത്താവ് എനിക്ക് സൗഖ്യം നൽകി. വാക്സിൻ മുഖാന്തരമൊന്നുമല്ല, ന്യൂമോണിയയും കോവിഡും ബാധിച്ചവർക്കൊക്കെ എന്നാ വാക്സിൻ, അതൊക്കെ എടുത്തവർ എത്രയോ പേര് മരിച്ചു നമുക്കറിയാം. അപ്പം ദൈവത്തിൻ്റെ കാരുണ്യം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ കർത്താവ്, അവരിലുള്ള ഭൂതങ്ങൾ മാറ്റിയ കർത്താവ്, യായൂറസിന്റെ മകളെ ഉയർപ്പിച്ച കർത്താവ്, ആ രക്തസ്രവക്കാരിയായ സ്ത്രീയെ വിടുവിച്ച കർത്താവ്. വിശ്വാസത്തോടുകൂടി ആ കർത്താവിൻ്റെ തൊങ്ങലിലും തൊടാമോ? നിങ്ങളുടെ മതം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജാതി ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിശ്വാസം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളൊരു ക്രിസ്ത്യാനിയോ അല്ലാത്ത ആളുമായിക്കൊള്ളട്ടെ, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനെ ഇതുപോലെ സ്നേഹിച്ച ഒരാളില്ല. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നതാണ് യേശു. ബേത്ലഹേമിൽ ജനിച്ച്, ഗോൽഗോത്തായിൽ മരിച്ച്, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, ഇന്നും സജീവമായി ജീവിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കും, ശാപമോചനം ലഭിക്കും, രോഗസൗഖ്യം ലഭിക്കും, സമാധാനം ലഭിക്കും, സാത്താന്യ ശക്തിയിൽ നിന്ന് വിടുതൽ ലഭിക്കും. മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ കഴിയും. വിശ്വാസത്തോടുകൂടി തൊടുക. നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളെ പരിഭ്രമപ്പെടുത്തുന്ന, നിങ്ങളുടെ സാമ്പത്തികത്തെ നഷ്ടപ്പെടുത്തിയ, നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് നടക്കാതിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, വിശ്വാസത്തോടുകൂടി ആ കർത്താവിനെ ഒന്ന് തൊടാൻ തയ്യാറായാൽ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന തൻ്റെ വ്യാപാര ശക്തി നിങ്ങളുടെ മർത്തി ശരീരങ്ങളിൽ
വ്യാപരിച്ചു വിടുവിക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ പൊതുവായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്മാർ, സഹോദരി സഹോദരന്മാർ, ഈ യോഗം ലീഡ് ചെയ്യുന്നവര് എല്ലാവരും ഓർത്ത് സ്വതം ചെയ്യുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അഗതരദേശത്തിലെ മനുഷ്യനെ പോലെ അവൻ വസ്ത്രം ധരിക്കാതിരുന്നതും അവൻ സമയത്തിന് വീട്ടിൽ വരാതിരുന്നതും അവൻ സ്വയം മുറിവേൽപ്പിക്കുന്നു, അവൻ അനുസരിക്കാതിരുന്നതും പലരെയും മാറി മാറി കണ്ടിട്ടും സൗഖ്യമാകാതിരുന്നതും തന്മൂലമുണ്ടായ പരവേഷങ്ങളും പരാതികളും പരിവേദനങ്ങളും എല്ലാം വിട്ടിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയാണെന്ന് മനസ്സിലാക്കി വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ആരാധനയോടെ, വിശുദ്ധിയോടെ, ഉപദേശത്തോടെ ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ യേശുവിന്റെ നാമത്തിന്, യേശുവിന്റെ ശക്തിക്ക്, യേശുവിന്റെ രക്തത്തിന്, യേശുവിന്റെ വചനത്തിന് സമസ്ത മേഖലകളിലും വിടുതൽ കൊടുക്കുവാൻ കഴിയുമല്ലോ കർത്താവ്. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ, അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ, അവിടുത്തെ പരിശുദ്ധ വചനത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അന്ധകാര ശക്തികൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. ചില ചോദ്യങ്ങൾക്ക് മറുപടിയാകട്ടെ. ചില പരിഭ്രമങ്ങൾ മാറിപ്പോകട്ടെ. ചില നിരാശകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലാത്ത അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും മാറ്റം വരാത്ത വ്യക്തികളിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ ഒരു പ്രവർത്തനത്തിനായി ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു.